ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് 2024 പുറത്തിറങ്ങിയിട്ടുള്ള നൈറ്റ് സ്വിം എന്ന് പറയുന്ന ഒരു കിഡിലൻ അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ ഫിലിമാണ്. പലതരത്തിലുള്ള പ്രേതത്തിനെയും നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിലെ പ്രേതം എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളിലാണ്. അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും ചെയ്തേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 1992 കാലഘട്ടമാണ്. രാത്രിയായപ്പോൾ ഒരു ടോയ് ബോട്ടിന്റെ സൗണ്ട് കേട്ടിട്ടാണ് റെബേക്ക എന്ന് പറയുന്ന പെൺകുട്ടി എഴുന്നേൽക്കുന്നത്. വയ്യാതെ കിടക്കുന്ന അവളുടെ അനിയന്റെ ഒരു ടോയ് ബോട്ടായിരുന്നു അത്. അത് പൂളിൽ കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൾ അത് എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. വീട്ടിലുണ്ടായിരുന്ന റെബേക്കയുടെ അമ്മയും വേലക്കാരിയും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ നേരെ പൂള് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഈ പൂളിൽ നിന്ന് അത് എടുക്കാനായിട്ട് അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കോരി എടുത്തിട്ട് അവൾ ആ ഒരു ടോയ് ബോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ ആ ഒരു പൂളിലേക്ക് അവൾ കാൽ തന്നെ വീഴുകയാണ്. വെള്ളത്തിൽ വീണപ്പോൾ തന്നെ അവൾക്ക് ശ്വാസം മുട്ടാനായിട്ട് തുടങ്ങി. ഒരുവിധം അവൾ വെള്ളത്തിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ അവളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിന് പുറത്തുനിന്ന് അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവൾ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ വെള്ളത്തിന്റെ മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ അമ്മയെ അവിടെ കാണാനില്ല. റെബേക്ക വെള്ളത്തിന്റെ മുകളിലേക്ക് വരാൻ നോക്കുന്നുണ്ടെങ്കിലും ആരോ അവളുടെ കാലിൽ പിടിച്ച് താഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നീട് അവൾ മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ സ്വിമ്മിംഗ് പൂളിന്റെ പുറത്തായിട്ട് ഒരു പ്രേതത്തെ അവൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അധികം വൈകാതെ തന്നെ റെബേക്കയെ ആ ഒരു പ്രേതം വെള്ളത്തിനടിയിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. ആ ഒരു സംഭവത്തിന് ശേഷം റെബേക്കയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. വർഷങ്ങൾ കടന്നുപോയി. ഇപ്പൊ നമ്മൾ കാണുന്നത് റേയും അവന്റെ കുടുംബത്തെയും. റേയ്ക്ക് ഒരു അസുഖമുണ്ട്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നാണ് അതിന്റെ പേര്. പോരാത്തതിന് അവനൊരു ബേസ്ബോൾ പ്ലെയറും കൂടിയായിരുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുണ്ട്. ഇനിയുള്ള കാലം ഭാര്യയായിട്ടുള്ള ഈവിന്റെയും മക്കളായിട്ടുള്ള ഇസിയും ഇലിയറ്റിന്റെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടാണ് ഇപ്പൊ പുതിയൊരു വീട് ഇവർ വാങ്ങാനായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് വീട് നോക്കിയെങ്കിലും ലാസ്റ്റ് ഈ ഒരു റെബേക്ക എന്ന് പറയുന്ന ആ കുട്ടി മരിച്ച ആ ഒരു പൂളുള്ള വീട്ടിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ബ്രോക്കറാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല വീടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ റേക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അവനാണെന്നുണ്ടെങ്കിൽ അതിൽ കിടന്നിരുന്ന ഒരു വസ്തു എടുക്കാനായിട്ട് നോക്കുമ്പോൾ തന്നെ അവൻ അറിയാതെ ആ ഒരു വെള്ളത്തിലേക്ക് വീണു പോവുകയാണ്. അപ്പൊ അവന്റെ ചുറ്റിലും ആരും ഉണ്ടായിരുന്നില്ല. ആ വെള്ളത്തിലേക്ക് വീണപ്പോൾ തന്നെ പണ്ട് അവൻ ബേസ്ബോൾ പ്ലെയർ ആയിരുന്നപ്പോഴുള്ള കാര്യങ്ങളൊക്കെ അവന് ഓർമ്മ വരുന്നുണ്ട്. ഒരു വിധത്തിൽ അവൻ കരയ്ക്ക് കയറി. അപ്പോഴേക്കും ഭാര്യയും മക്കളും അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ സഹായിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് നമ്മുടെ റേയും ഈവും കൂടി ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് റേയ്ക്ക് നല്ല മാറ്റമുണ്ട്, ഈ ഒരു രോഗത്തിൽ നിന്ന് അവൻ വിമുക്തനായി കൊണ്ടിരിക്കുകയാണെന്ന്. ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ റേയും ഈവും കൂടി ആ ഒരു വീട് തന്നെ വാങ്ങിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ പൂളുണ്ട്. പൂളിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നതൊക്കെ നമ്മുടെ റേയുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് ആ ഒരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സ്കൂളിൽ ഇസിയെയും അതുപോലെ തന്നെ ഇലിയറ്റിനെയും ഇവർ ചേർത്തിട്ടുണ്ടായിരുന്നു. സ്കൂളിലേക്ക് ചെന്ന ആദ്യ ദിവസം തന്നെ ഇസിക്ക് ഒരു പയ്യനോട് നല്ല രീതിയിലുള്ള ക്രഷൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഇവിടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു സ്വിമ്മിംഗ് പൂള് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ റേയുടെ കൈയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ആ ഒരു ഓട്ടയിൽ കുടുങ്ങുന്നുണ്ട്. അവന്റെ കൈ നല്ല രീതിയിൽ മുറിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. മാത്രമല്ല അതിന്റെ ആ ഒരു സിങ്ക് ഹോളിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് കറുത്ത തരത്തിലുള്ള ഒരു വെള്ളം പുറത്തേക്ക് വരികയാണ്. അടുത്ത ദിവസം തന്നെ ഈ ഒരു സ്വിമ്മിംഗ് പൂൾസും കാര്യങ്ങളൊക്കെ മെയിൻ്റനൻസ് ചെയ്യുന്ന കുറച്ച് ആളുകൾ അങ്ങോട്ടേക്ക് വന്നിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിലിപ്പോൾ ഒരു വെള്ളമൊക്കെ നിറച്ചു. എന്നിട്ട് അതിന്റെ pH ലെവലും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇവരെല്ലാവരും ഈ ഒരു പൂള് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. കൈ മുറിഞ്ഞതുകൊണ്ട് തന്നെ റേയ്ക്ക് നല്ല രീതിയിൽ നീന്താനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഭാര്യയായിട്ടുള്ള ഈവാണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഉമ്മ വയ്ക്കാനായിട്ട് പോകുമ്പോഴേക്കും പിള്ളേരാണെന്നുണ്ടെങ്കിൽ അയ്യയ്യേ എന്താണെന്നൊക്കെ പറഞ്ഞ് ഇവരെ കളിയാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ റേ ആണെന്നുണ്ടെങ്കിൽ അവന്റെ പഴയ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുമ്പോൾ ഒരു വീഡിയോ ക്യാമറ കിട്ടുന്നുണ്ട്. അതിൽ ഇവരുടെ പഴയ വിഷ്വൽസും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ റേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയിട്ട് നീന്തി തുടിച്ചോണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പൂച്ചയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നീ എന്താ നീന്തുന്നില്ലേ എന്നൊക്കെ പൂച്ചയുടെ അടുത്ത് ഈവ് ചോദിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ പുറത്തായിട്ട് നമ്മുടെ റേ നിൽക്കുന്നത് ഇവന് കാണാനായിട്ട് കഴിയുന്നത്. പിന്നീട് അവൾ വെള്ളത്തിന്റെ മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവനെ കാണാനുമില്ല. അവളങ്ങനെ ഈ നീന്തലൊക്കെ അവസാനിപ്പിച്ചിട്ട് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ മക്കളൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. റേ ആണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. ഇവള് വന്ന ഉടനെ തന്നെ റേ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയതാന്ന്. അല്ല നിങ്ങൾ പൂളിന്റെ അടുത്തേക്ക് വന്നിരുന്നോ എന്ന് ഈവ് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാനിവിടെ കിടന്ന് ഉറങ്ങായിരുന്നല്ലോ. ഈവ് അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അവരുടെ പൂച്ചയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ പൂളിലേക്ക് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തൊട്ടിട്ട് ഇവരെല്ലാവരും അവരുടെ വീട്ടിലെ പൂച്ചനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ബെൽറ്റ് മാത്രം ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നമ്മുടെ റേക്ക് കിട്ടി. അപ്പോഴേക്കും അവന്റെ കയ്യിൽ നിന്ന് ചോര വരാനായിട്ട്
മുറിവായിട്ട് തുടങ്ങി. അവൻ ആ മുറിവ് ക്ലീൻ ചെയ്യാനായിട്ട് അകത്തേക്ക് പോയി. എന്നിട്ട് അതിന്റെ കെട്ടഴിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു മുറിവേ അവന്റെ കയ്യിൽ പറ്റിയിട്ടില്ല. എല്ലാം തന്നെ മാറിയിരിക്കുന്നു. പക്ഷെ ഈ കാര്യം നമ്മുടെ റേ ആരടുത്തും പറഞ്ഞില്ല. അവൻ അപ്പൊ തൊട്ടിട്ട് നല്ല രീതിയിലുള്ള ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണ്. അങ്ങനെ ഇവര് ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഒരു കവർ ഇട്ട് കൊടുക്കുകയാണ്. അതൊരു മെഷീൻ വെച്ചിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഈ സ്വിമ്മിംഗ് പൂളിൽ എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെന്ന് നമ്മുടെ ഈവിന് തോന്നുന്നുണ്ട്. പക്ഷെ തന്റെ ഭർത്താവിന്റെ ഈ ഒരു ഊർജ്ജസ്വലതയും അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്ന് കാണുമ്പോൾ അവൾ അതൊക്കെ മറക്കുന്നുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഈ ഒരു തെറാപ്പി സെക്ഷനിലേക്ക് പോയപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പൂർണ്ണ ആരോഗ്യവനായിട്ട് മാറിയിട്ടുണ്ട്. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചെന്ന് ഒരു ഐഡിയ ഇല്ല എന്ന്. അതായത് ആ ഒരു പൂളിൽ നമ്മുടെ റേ വീണതിന് ശേഷം അവന്റെ എല്ലാ അസുഖങ്ങളും മാറിയിട്ട് അവൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് മാറിയിരിക്കുകയാണ്. അടുത്ത ദിവസം റേയുടെ മകനായിട്ടുള്ള എലിയറ്റ് അച്ഛാ ഞാൻ ഈ ഒരു പൂളിലേക്ക് ഇറങ്ങിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ശരി ശരി അമ്മ അറിയണ്ടെന്ന് അവനും പറയുന്നുണ്ട്. എന്നിട്ട് ഒരു കോയിൻ ബോക്സ് എടുത്തിട്ട് അവൻ ഒരു കോയിൻ എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിന്റെ അടിയിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ നീന്തി തുടിക്കുമ്പോൾ വീണ്ടും ഒരു കോയിൻ ആരോ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടുന്ന അവന് കാണുന്നുണ്ട്. അവൻ ആ ഒരു കോയിനും എടുക്കുമ്പോൾ മറ്റൊരു കോയിനും കൂടി ഈ ഒരു വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. പുറത്ത് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. അവന്റെ അനിയത്തി ഇവനെ പറ്റിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അവൻ അവളുടെ അടുത്ത് ചൂടാവുന്ന പോലെയൊക്കെ പറയുന്നുണ്ട്, നീ കളിക്കല്ലേ എന്നൊക്കെ പറയുമ്പോഴും അവിടെ ആരെയും തന്നെ അവന് കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ ശബ്ദം നമ്മുടെ ഈ ഇലിയറ്റിന് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അതും ആ ഒരു പൂളിന്റെ ഒരു ഡ്രെയിനേജ് സെക്ഷനിലായിട്ട്. അവിടെ നിന്ന് ഒരു കൈ ഇങ്ങനെ വരുന്നുണ്ട്. അതിനുള്ളിൽ നിന്ന് അവന്റെ ഒരു ടോയ് അവന് കിട്ടുമ്പോൾ തന്നെ അതിൽ മുടികൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ പേടിച്ചിട്ട് അവിടെ നിന്ന് പിന്മാറുകയാണ്. നോക്കുമ്പോൾ അതിനുള്ളിലായിട്ട് ഒരു പെൺകുട്ടി, അതും പ്രേത രൂപത്തിലുള്ള ഒരു പെൺകുട്ടി അവനെങ്ങനെ വിളിക്കുകയാണ്. പെട്ടെന്ന് അവൻ പേടിച്ചിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. അതിന്റെ പൂർണ്ണ രൂപം അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ അപ്പൊ തന്നെ അവന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇവൻ പറയുന്നുണ്ട്, അമ്മേ ഞാൻ അതിലൊരു പെൺകുട്ടിയെ കണ്ടു, അവളുടെ പേര് റെബേക്ക സമ്മർ എന്നാണ്, അവൾ എൻ്റെ അടുത്ത് രക്ഷിക്കാനായിട്ടൊക്കെ പറഞ്ഞു, മോന് തോന്നിയതായിരിക്കും മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ ഇലിയറ്റിനെ നമ്മുടെ ഈവ് സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം ബേസ്ബോൾ കളിക്കാനായിട്ട് അവനെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ റേയും കൂടി അങ്ങോട്ട് ചെന്നപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഉത്സാഹം വരികയാണ്. കാരണം ഫേമസ് ആയിട്ടുള്ള ഒരു ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു നമ്മുടെ റേ എന്ന് പറയുന്നത്. അങ്ങനെ ബാറ്റ് വീശിയപ്പോൾ റേക്ക് പണ്ടത്തെ പോലെ അടിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. എല്ലാവരും കളിയാക്കുന്ന ആ ഒരു അവസരം വന്നപ്പോഴേക്കും റേ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ബോളിൽ സിക്സർ അടിക്കുന്ന പോലെയൊക്കെയാണ് ആ ഒരു ബേസ്ബോൾ കളിക്കുന്നത്. ആ ബോൾ ആണെന്നുണ്ടെങ്കിൽ തകർന്നു പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതായത് അത്രയും പവർ ഇപ്പൊ അവന് കിട്ടിയിട്ടുണ്ട്. അന്നത്തെ ദിവസം രാത്രി ഈവും അതുപോലെ തന്നെ നമ്മുടെ റേയും വീട്ടിലില്ലായിരുന്നു. ഈ തക്കം നോക്കിയിട്ട് ഈസി തന്റെ അനിയനായിട്ടുള്ള ഇലിയറ്റിനെ ചാക്കിലാക്കിയിട്ട് ഇവിടെ കാമുകനെയും വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു പൂളിൽ രണ്ടുപേരും കൂടി ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കോ പോളോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മുടെ ഈസി ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അടിയിലായിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും കാര്യമാക്കാണ്ട് ഇവനെ കണ്ടുപിടിക്കാനായിട്ട് നോക്കുമ്പോൾ അവളുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പ്രേതം നിൽക്കുന്നുണ്ട്. അവൾ കണ്ണു തുറന്നിട്ടില്ല. അവൾ അടുത്തെത്തിയപ്പോഴാണ് ഇത് പ്രേതമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചു വലിച്ചിട്ട് ആ ഒരു വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കാമുകനാണെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ വെള്ളത്തിനടിയിലേക്ക് പോയപ്പോൾ അവൾക്ക് കാര്യം പിടികിട്ടി. ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ താഴെ ഭാഗത്ത് നിന്നും കറുത്ത തരത്തിലുള്ള എന്തൊക്കെയോ പുകയും മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവളങ്ങനെ മുകളിലേക്ക് നീന്തി പോകാനായിട്ട് നോക്കുമ്പോഴേക്കും അവളുടെ കാലിൽ വന്നിട്ട് ഒരു പ്രേതം പിടിച്ച് വലിക്കുകയാണ്. അവൾ ഒരു വിധത്തിലാണ് പുറത്തേക്ക് എത്തുന്നത്. അപ്പോഴേക്കും നോക്കുമ്പോൾ ആ ഒരു കാമുകൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ വേഗം പുറത്തേക്ക് സ്വിമ്മിംഗ് പുറത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇവരുടെ പേരൻസ് വന്നപ്പോൾ തന്നെ അവന്റെ അടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് നീ ഓടിപ്പൊക്കോ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പൂളിലേക്ക് ഇറങ്ങാനായിട്ട് നമ്മുടെ ഈസിക്ക് നല്ല പേടിയുണ്ട്. അടുത്ത ദിവസം ഇവരൊരു പൂൾ പാർട്ടി നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഇലിയറ്റ് വന്നിട്ട് ഈസിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി ആ ഒരു പൂളിലായിട്ട് എന്തെങ്കിലും കണ്ടിരുന്നോ? ഞാനൊരു കാര്യം കണ്ടിരുന്നു, അതിനുള്ളൊരു പ്രേതം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഇപ്പൊ നല്ല ഓക്കെ ആയി വരുന്നുണ്ട്. നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീടും മാറും, അത് വേണ്ടാന്ന് പറയാണ്. അങ്ങനെ വൈകിട്ടായപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇവരുടെ നെയ്ബേഴ്സും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ട് ഇപ്പോൾ പൂൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് ഈ ഒരു വീട് വാങ്ങാനായിട്ട് സഹായിച്ച ആ ഒരു ബ്രോക്കറും വന്നിട്ടുണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ ഈ ഇലിയറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ ഓൺ ആക്കിയിട്ട് ഈ ഒരു പൂളിൽ നേരെ തിരിച്ചു വെക്കുന്നുണ്ട്, ഈ ഒരു പൂളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതേ സമയം ആ ഒരു ബ്രോക്കറിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈവിന് ഈ ഒരു പൂളിൽ ഇറങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു ബാഡ് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബ്രോക്കറുടെ അടുത്ത്. അപ്പോഴാണ് ഈ ഒരു ബ്രോക്കർ ഇതിനു മുമ്പ് ഇവിടെ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ആ കുട്ടിയുടെ പേര് റെബേക്ക സമ്മർ ആണെന്ന് ഈ ഒരു ബ്രോക്കറിന്റെ അടുത്ത് നമ്മുടെ ഈവി ചോദിക്കുമ്പോൾ ആ ഒരു ബ്രോക്കർ ഞെട്ടിപ്പോവാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ ഒരു കുട്ടി മരിച്ചു പോയതാണല്ലോ. ഇതേ സമയം പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റേ ആണെന്നുണ്ടെങ്കിൽ ഒരു പയ്യനെ അവന്റെ തോളിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ ഒരു വെള്ളത്തിന്റെ അടിയിൽ നിന്ന് കറുത്ത തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ
റേ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പയ്യന്റെ തൊടയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഒരു പയ്യനും റേ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെള്ളത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ അവനെ രണ്ടുപേരെയും റേയിലേക്ക് കയറ്റിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് അവർക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പോലീസുകാരൊക്കെ വന്നു കേസാക്കണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു പയ്യന്റെ തൊടയിലായിട്ട് ഇവന് ശ്വാസം മുട്ടിയപ്പോൾ അവനിങ്ങനെ പിടിച്ച് അമർത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പാടൊക്കെ ആ പയ്യന്റെ തൊടയിലുണ്ടായിരുന്നു. അങ്ങനെ കേസൊന്നും ആക്കാതുകൊണ്ട് തന്നെ ഇവർ ഈ വീട്ടിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റേയുടെ അടുത്ത്. പക്ഷെ റേ ആണെന്നുണ്ടെങ്കിൽ സമ്മതിക്കുന്നേ ഇല്ല. അങ്ങനെ റേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു അസുഖം വീണ്ടും വരികയാണ്. അവന്റെ വായിൽ നിന്നൊക്കെ ബ്ലാക്ക് കളറിലുള്ള ചോരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ നിന്ന് മാറുന്നില്ല. നാളെ മാറാമെന്ന് വിചാരിച്ചിട്ട് അവനെ ബെഡിലേക്ക് മാറ്റുന്നുണ്ട്. ആ ഒരു പൂളിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഇപ്പൊ നമ്മുടെ ഈവിന് ഉറപ്പായി. അവളങ്ങനെ ആ ഒരു പൂളിലെ വെള്ളം മൊത്തം തുറന്നു വിടുന്നുണ്ട്. ശേഷം റെബേക്ക സമ്മറിനെ കുറിച്ച് അവൾ നെറ്റിൽ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ വീടും ഡീറ്റെയിൽസും അവരുടെ പേരൻസിന്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ ഈവ് കളക്ട് ചെയ്യാണ്. അതിനുശേഷം അവള് ആ ഒരു അഡ്രസ്സ് കിട്ടിയ സ്ഥലത്തേക്ക് തിരിക്കുകയാണ്. എന്താണ് അന്ന് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഈവ് ഇപ്പൊ ആ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. റെബേക്കയുടെ മദർ ആയിട്ടുള്ള ലൂസിയെ കാണാനായിട്ട്. ലൂസി അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഇവളുടെ അടുത്ത് പറയുന്നത്. അതായത് അതൊരു ഹീലിംഗ് സ്പ്രിങ് ആണ്. അതിലേക്ക് ഇപ്പൊ ആരെങ്കിലും വീഴുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ഇൽനെസ്സോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് പറ്റും. അതായത് ലൂസിയുടെ മകനായിട്ടുള്ള ടോമി അന്ന് തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പൊ ആ ഒരു വയ്യായി മാറാനായിട്ട് അവരുടെ തന്നെ മകളായിട്ടുള്ള റെബേക്കയെ ഇവര് ബലി കൊടുക്കുകയായിരുന്നു. ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യായിരുന്നു. അതിലേക്ക് ആ ഒരു പെൺകുട്ടി വീഴുന്നതോട് കൂടിയിട്ട് ടോമിയുടെ എല്ലാ തരത്തിലുള്ള ഇൻലെസ്സും മാറി. ഇന്ന് രാത്രി ഇവരുടെ സ്വന്തം മകളായിട്ടുള്ള റെബേക്ക മുങ്ങി മരിക്കുന്നത് നോക്കി നിൽക്കുക മാത്രമാണ് ലൂസി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ ഈവിനൊരു കാര്യം മനസ്സിലായി. നമ്മുടെ റേക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. റേ ഈ ഒരു പൂളിലേക്ക് വീണതിന് ശേഷം അവന്റെ അസുഖമൊക്കെ മാറി. പക്ഷേ അതിലുണ്ടായിരുന്ന ആ ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ ആ ഒരു പ്രേതം, ആൻഷ്യന്റ് പ്രേതം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇനി ഒരാളെ എന്തായാലും എടുക്കും. അതായത് ജീവൻ എടുക്കും. അത് ആരായിരിക്കും? ചിലപ്പോ ഇവരുടെ തന്നെ മക്കളായിരിക്കും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇതേ സമയം റേ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ വായിൽ നിന്നൊക്കെ കറുത്ത തരത്തിലുള്ള ദ്രാവകങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിലും അതേ അവസ്ഥ തന്നെയായിരുന്നു. അവിടുത്തെ പൂച്ചക്കുട്ടിയെ കാണാതായപ്പോൾ നമ്മുടെ ഇലിയറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടുത്തെ ഒരു ബലൂണിലായിട്ട് പൂച്ചയുടെ കരച്ചിൽ അവൻ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് നടുവിലായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പലകയിൽ കയറി നിന്നിട്ട് അവൻ ആ ഒരു പൂച്ചക്കുട്ടീനെ എടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും അബദ്ധവശാല് ഈ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ കവർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മെഷീൻ ഓൺ ആവുന്നുണ്ട്. അപ്പോഴേക്കും അവൻ ആ ഒരു ബലൂൺ എത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന്റെ തൊട്ടു മുമ്പിലായിട്ട് ആ ഒരു പൂച്ചക്കുട്ടിയല്ല ഉണ്ടായിരുന്നത്, ഒരു കൊടൂരമായിട്ടുള്ള പ്രേതം അവന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് വലിക്കാനായിട്ട് നിൽക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് അപ്പോഴേക്കും ഇലിയറ്റിന്റെ അമ്മയും സഹോദരിയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അതിലേക്ക് വീണിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു സ്വിമ്മിംഗ് പൂള് മൊത്തത്തിൽ ഇപ്പൊ അടഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ കറക്കിയിട്ട് വീണ്ടും ഓപ്പൺ ആക്കുന്നുണ്ട്. മകളായിട്ടുള്ള ഇസിയോട് അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് നമ്മുടെ ഈവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. താഴെ തട്ടിലേക്ക് പോയി നോക്കിയെങ്കിലും ഇലിയറ്റിനെ കാണാനായി സാധിച്ചില്ല. ഇതേ സമയം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇസി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവളുടെ അച്ഛൻ തന്നെ ഉപദ്രവിക്കാനായിട്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ ദേഹത്ത് ഇപ്പൊ ഏതൊരു പ്രേതം കയറിയിട്ടുണ്ടായിരുന്നു. ഇസിക്കാണെന്നുണ്ടെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. അവൾ അപ്പൊ തന്നെ ഫോണിൽ 911 വിളിക്കുന്നുണ്ട് ഹെൽപ്പ് ഒക്കെ ചോദിക്കാനായിട്ട്. അപ്പോഴേക്കും അവളുടെ മുടിക്ക് പിടിച്ചുകൊണ്ട് അവളുടെ അച്ഛൻ അല്ലെങ്കിൽ ആ ഒരു പ്രേതമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവളെ കൊണ്ടുപോവാണ്. അതേ സമയം നമ്മുടെ ഈവാണെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ നീന്തിയിട്ടും ഈ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ താഴെ തട്ടിലേക്ക് എത്തുന്നില്ല. അങ്ങനെ ഒരുവിധം തന്റെ മകനെയും കണ്ടുപിടിച്ച് മുകളിലേക്ക് പോകുമ്പോൾ റെബേക്ക സമ്മറിനെയും അവിടെ വെച്ചിട്ട് നമ്മുടെ ഈവിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈവ് ഇലിയറ്റിനെ ഒരുവിധം പുറത്തേക്ക് എത്തിച്ചു. അപ്പോഴേക്കും ഈ ഒരു ബാധ കയറിയിട്ടുണ്ടായിരുന്ന നമ്മുടെ റേ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് നോക്കുമ്പോഴേക്കും ഇസി ആണെന്നുണ്ടെങ്കിൽ ഒരു ബാറ്റ് എടുത്തിട്ട് നമ്മുടെ റേക്ക് ഇട്ടിട്ട് നല്ലൊരു തല്ലു കൊടുക്കുകയാണ്. അതോട് കൂടിയിട്ട് അവന് ബോധം വരുന്നുണ്ട്. അപ്പൊ തന്നെ അവനൊരു കാര്യം തീരുമാനിക്കുകയാണ്. അതായത് ഒരാൾ എന്തായാലും സാക്രിഫൈസ് ചെയ്യണം. അങ്ങനെ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ റേ തന്നെ ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി പോവുകയാണ്. ഇലിയറ്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അതിഭയാനകമായിരുന്നു. കാരണം അവന്റെ വായിൽ നിന്നൊക്കെ പലതരത്തിലുള്ള ദ്രാവകങ്ങളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ റേ ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് സ്വയം സാക്രിഫൈസ് ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഇലിയറ്റിന്റെ എല്ലാ രോഗവും മാറുന്നുണ്ട്. ഭാര്യയും മക്കളൊക്കെ റേയോട് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും റേ അതിന്റെ താഴെ തട്ടിലേക്ക് പോയി. അതോട് കൂടിയിട്ട് റേയുടെ കഥ അവസാനിക്കുകയാണ്. ഇലിയറ്റിന് വന്ന വൈയായികളൊക്കെ മാറുകയും ചെയ്തു. അച്ഛന്റെ സാക്രിഫൈസ് വെറുതെ ആവാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ചേർന്ന് ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. അടുത്ത ദിവസം തന്നെ ഈ ഒരു സ്വിമ്മിംഗ് പൂള് എന്നേക്കുമായിട്ട് മണ്ണിട്ട് മൂടാനായിട്ട്.
അങ്ങനെ അവരത് ചെയ്യുകയാണ്. ഇനി ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരാൻ പാടില്ല. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറുന്ന കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.